അമേരിക്കയിലെ ഇന്ത്യാനയിലെ ഫ്രീ ടൗണിലെ ഒരു വീട്ടിൽ 2023 സെപ്റ്റംബർ 19 മോഷ്ടിക്കാനായിട്ട് രണ്ട് കള്ളന്മാരെ കയറുകയാണ്. അവരവിടെ കയറി അവിടെ ഉണ്ടായിരുന്ന സേഫും കാര്യങ്ങളൊക്കെ തുറന്നു കയറ്റി അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് അവിടെ നിന്ന് കടന്നു കളയായിരുന്നു. ഈ ഒരു ഇൻസിഡൻറ്റ് കേൾക്കുമ്പോൾ സാധാരണ ഒരു മോഷണമാണെന്ന് തോന്നുമെങ്കിലും ആ ഒരു മോഷ്ടാക്കൾ പിന്നീട് വേറെ ഒരു വലിയ കേസ് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാറുകയായിരുന്നു. ഏകദേശം 9 മാസങ്ങൾക്ക് മുൻപ്, അതായത് 2022 ഡിസംബറിന് ആ വീട്ടിൽ ഒരു മരണം നടക്കുകയുണ്ടായി. ഹെറോൾഡ് അലൻ എന്നായിരുന്നു ആളുടെ പേര്. ആളുടെ മരണം ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഈ ഒരു മോഷണം അതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു കേസിനെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 20, 2022 ഹാരോൾഡ് അലൻ എന്ന് പറയുന്ന 52-കാരൻ മരണപ്പെടുന്നത്. പീനട്ട് എന്നായിരുന്നു കേട്ടോ ആളെ എല്ലാവരും വിളിച്ചിരുന്നത്. അപ്പോൾ ഈ അലൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഓൾറെഡി ഹാർട്ടിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പിന്നെ ഷുഗറൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇൻസുലിനൊക്കെ എടുക്കുന്ന ഒരാളായിരുന്നു. എന്നാലും ആൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു. പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു. ആൾ ഡെയിലി ബേസിസിൽ ജോലിക്കൊക്കെ പോയിരുന്ന ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഹെറോൾഡിൻ്റെ വൈഫായിട്ടുള്ള മാഷ അലൻ അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ തീർത്തിട്ട്, അതായത് അവർക്ക് വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ നേരെ ബെഡ്റൂമിലോട്ട് പോയി നോക്കിയപ്പോൾ ആൾ നിലത്ത് വീണ് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. ഉടനെ തന്നെ അവർ എമർജൻസി നമ്പർ ആയിട്ടുള്ള 911 കോൾ ചെയ്യായിരുന്നു. അവർ കോൾ എടുത്ത ഓഫീസർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ എമർജൻസി എന്നപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് നിലത്ത് വീണ് കിടക്കാണ്, അനങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പൾസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പറയാണ്. അപ്പോൾ ഒരു പൾസ് ഉണ്ടോ എന്ന് നോക്കി, എന്നാൽ പൾസ് ഉണ്ടായിരുന്നില്ല. CPR കൊടുക്കാനായിട്ട് പറയാണ്. അങ്ങനെ ഒരു CPR കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിനൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. യെസ്, അയാൾ ഓൾറെഡി മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം അവിടെ ഹെറോൾഡിൻ്റെ സ്റ്റെപ്പ് ഡോട്ടർ ആയിട്ടുള്ള ആഷ്ലി ജോൺസും ഉണ്ടായിരുന്നു. അവരുടെ 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മറ്റൊക്കെ ആയിരുന്നു അവർ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആഘോഷിക്കാൻ വന്ന എല്ലാവരും തന്നെ വലിയ രീതിയിൽ ദുഃഖത്തിലോട്ട് ആഴ്ന്നു പോകുന്ന ഒരു ഇൻസിഡന്റ് തന്നെ ആയിരുന്നല്ലോ അവിടെ നടന്നത്. ഇപ്പോൾ ഒരു ഹെറോൾഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഒരു ഓട്ടോമോട്ടീവിൻ്റെ പാർട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. കോവർക്കേഴ്സിൻ്റെ അടുത്തൊക്കെ വളരെ നല്ല രീതിയിൽ മാത്രം ബിഹേവ് ചെയ്യുന്ന ഒരാളായിരുന്നു. റിലേറ്റീവ്സിനൊക്കെ ആൾ അത്രയും കാര്യമായിരുന്നു. ഫ്രണ്ട്സിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും ആൾ എന്താ പറയുക, ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളായിരുന്നു. അവർക്ക് ആർക്കും തന്നെ ഈ ഒരു മരണം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു സമയത്ത് സാധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹെറോൾഡിന്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ഓട്ടോപ്സി ചെയ്യാണ്. ഹാർട്ടിന്റെ പ്രശ്നമാണ് ആളുടെ മരണകാരണം എന്നുള്ളതായിരുന്നു ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഓപ്പിയോയിഡ് പെയിൻ കില്ലേഴ്സിന്റെ ചെറിയ ട്രേസസും ആളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ആളുടെ ക്രോണിക് പെയിനും മറ്റൊക്കെ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഡ്രഗ്സിന്റെ കാര്യങ്ങളുടെ ട്രേസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു നാച്ചുറൽ ഡെത്തിലോട്ടായിരുന്നു പോയിന്റ് ചെയ്തിരുന്നത്. സോ അവരുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെ ആള് പെട്ടെന്ന് തന്നെ ഒരു ഹാർട്ട് അറ്റാക്കിൽ മരിച്ചതാണെന്ന് കരുതിക്കൊണ്ട് മൂവ് ഓൺ ചെയ്ത് പോവായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു മോഷണം നടക്കുന്നതും പല കാര്യങ്ങളും പുറത്തു വരുന്നതും. അപ്പോൾ ഈ മോഷണം നടന്ന സെപ്റ്റംബർ 19 മാഷ അവരുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അവർ ടെന്നസിയിലുള്ള അവരുടെ സ്വന്തം പാരൻസിനെ വിസിറ്റ് ചെയ്യാനായിട്ട് പോയിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടായിരുന്നു മോഷ്ടാക്കൾ ആ വീട്ടിൽ മോഷ്ടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായത്. പക്ഷെ മാഷ അവരുടെ വീടിൻ്റെ അകത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം വെളുപ്പിന് 5 മണി ടൈമിലൊക്കെയാണ് ഈ ഒരു മോഷണം നടക്കുന്നത്. രാവിലെ 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ അറിയാണ്. അങ്ങനെ ഇവർ നേരെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. ഇവരുടെ കയ്യിൽ ഒരുപാട് ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോഷ്ടാക്കൾ അവർ വീടിൻ്റെ അകത്തോട്ട് കയറുന്നതും അതേപോലെ തന്നെ ആ ഒരു സേഫിൻ്റെ അകത്ത് നിന്നും വാല്യുബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ മോഷ്ടിക്കുന്നതും, അതായത് അതിൻ്റെ ഉള്ളിൽ കുറേ ഗൺസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, ഈ മരിച്ച ഹെറോൾഡിൻ്റെ ഗൺസ്, അതേപോലെ തന്നെ ആളുടെ ഗിറ്റാറുകൾ, പിന്നെന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ കുറച്ച് പൈസ, ഓർണമെൻറ്റ്സ് ഒക്കെ ഈ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോവായിരുന്നു. പക്ഷെ വേറൊരു ട്വിസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ മോഷ്ടാക്കൾ 2 പേരുണ്ടായിരുന്നല്ലോ, അതിലൊരാൾ സ്കീ മാസ്ക് ഒക്കെ ധരിച്ചത് കാരണം ആളുടെ ഫേസ് ക്ലിയർ ആയിരുന്നില്ല. വേറൊരാൾ മാസ്ക് ഒന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആളുടെ ഫേസ് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ക്യാമറയിൽ പതിയുകയാണ്. അയാൾ ആരാണെന്നുള്ള കാര്യം ഈ ഒരു മാഷക്ക് അറിയുകയും ചെയ്യായിരുന്നു. 29 വയസ്സുള്ള സ്റ്റീവൻ വൈറ്റ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ആ 2 മോഷ്ടാക്കളിൽ ഒരുവൻ. ഉടനെ തന്നെ പോലീസുകാർ സ്റ്റീവന്റെ വീട്ടിലോട്ട് എത്തുകയാണ്. എന്നിട്ട് ആളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. കഴിഞ്ഞ ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ട്, ആ ഒരു മോഷണത്തിൽ നിങ്ങൾ പങ്കാളിയല്ലേ എന്നുള്ളൊരു കാര്യം ഇയാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും തനിക്കറിയില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇയാൾ മറുപടി പറഞ്ഞത്. അപ്പോൾ പോലീസുകാർക്ക് ഇയാൾ നുണ പറയണമെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം ഇയാളുടെ ഫോട്ടോ അത്രയും ക്ലിയർ ആയിട്ട് ആ ഒരു CCTV വിഷ്വലും കാര്യങ്ങളൊക്കെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ പറയാണ്, ഇങ്ങനെ മോഷണവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോഷ്ടിച്ച സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ട് സംസാരിച്ചിട്ട് ഈ കേസും കാര്യങ്ങളൊക്കെ വലിയ ഇഷ്യൂ ഇല്ലാണ്ട് ഒതുക്കി തീർക്കാം.
അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയാനായിട്ട് പറയണം. എന്നാൽ സ്റ്റീവൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒപ്പോസ് ചെയ്ത് തന്നെയായിരുന്നു ചെയ്തത്. അങ്ങനെ പോലീസുകാർ അവിടുത്തെ CCTV വിഷ്വൽസും കാര്യങ്ങളും എല്ലാം തന്നെ സ്റ്റീവൻ വൈറ്റിനെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ താൻ പെട്ടു എന്നുള്ളത് ആൾക്ക് മനസ്സിലായി. കാരണം നല്ല ക്ലിയർ ആയിട്ട് ആളുടെ ഫേസ് ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അടുത്തതായിട്ട് പോലീസുകാർ ചോദിച്ചത് നിങ്ങളുടെ ഹസ്ബൻഡാണോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്റ്റീവൻ പറഞ്ഞു, അല്ലല്ല, അവനല്ല, വേറൊരാളായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങളെ രണ്ടുപേരെയും അങ്ങോട്ട് പറഞ്ഞയച്ചതാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഞങ്ങളുടെ ഓൺ വില്ലിൽ അങ്ങോട്ട് പോയതല്ല എന്നുള്ളതായിരുന്നു ഇയാളുടെ ഒരു മറുപടി. അപ്പോൾ ആരാണ് നിങ്ങളെ മോഷ്ടിക്കാനായിട്ട് ഏൽപ്പിച്ചതെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ മാഷയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളതായിരുന്നു ആൾ പറഞ്ഞ മറുപടി. യെസ്, ഈ ഒരു ഹറോൾഡിൻ്റെ വൈഫായിട്ടുള്ള മാഷ. അപ്പോൾ ഇയാൾ പറഞ്ഞതനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മാസങ്ങൾക്ക് മുൻപ് ഹറോൾഡ് മരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻഷുറൻസ് തുകയും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടാനിരിക്കുകയായിരുന്നു. എന്നാൽ ആളുടെ നോമിനിയും കാര്യങ്ങളും ഹറോൾഡിൻ്റെ ബ്രദർ ആയിരുന്നതുകൊണ്ട് തന്നെ ആ പൈസ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിനുശേഷം ഈ ബ്രദറും കാര്യങ്ങളൊക്കെ കേസ് കൊടുത്തിട്ട് ആളുടെ ബിലോയിങ്സും കാര്യങ്ങളും കൂടെ വാങ്ങിച്ചെടുക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ കുറച്ച് വീട്ടിലുണ്ടായിരുന്ന വാല്യുബിൾസ് ആയിട്ടുള്ള സാധനങ്ങൾ മോഷ്ടിക്കാനായിട്ട് ഈ ഒരു മാഷ തന്നെയാണ് തങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്നും അവർ തന്നെയാണ് ആ ഒരു സേഫിൻ്റെ കോമ്പിനേഷൻ ലോക്കിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. മോഷ്ടിക്കാനുള്ള കൂട്ടാളിയെയും മാഷ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തതെന്നും ഇയാൾ കൂട്ടിച്ചേർക്കുകയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇയാൾ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷയുടെ മകളായിട്ടുള്ള ആഷ്ലിയും ഇയാളും തമ്മിൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇയാളെ തീരെ ഇഷ്ടമായിരുന്നില്ല ഈ ഒരു മാഷക്ക്. കാരണം ഇയാളാണ് ആഷ്ലിനെ ലെസ്ബിയൻ ആക്കിയത് എന്നുള്ളൊരു രീതിയിലായിരുന്നു അവർ ഇയാളുടെ അടുത്ത് പെരുമാറിയിരുന്നത്. ഇയാളൊരു ഗേ ആയിരുന്നു. അപ്പോൾ ആഷ്ലിയും ഇയാളും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ ആഷ്ലി ഓൾറെഡി ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് അവർക്ക് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവർ പിന്നീട് വേറെ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണറുടെ കൂടെ ജീവിക്കുകയായിരുന്നു. ന്യൂ മെക്സിക്കോയിലാണ് ഒരു പുർട്ടറിക്കൻ വുമൻ്റെ കൂടെ അവർ ആ ഒരു സമയത്ത് ജീവിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനും കാരണക്കാരൻ ഈ ഒരു സ്റ്റീവൻ ആണ് എന്നുള്ള രീതിയിലായിരുന്നു മാഷ ഇയാളുടെ അടുത്ത് ബിഹേവ് ചെയ്യാറുണ്ടായിരുന്നത്. അത്രത്തോളം തന്നെ ദേഷ്യമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം വിളിച്ച് പറയുന്നത് തനിക്ക് $3000 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ആളങ്ങോട്ട് പോയത്. പക്ഷേ കറക്റ്റായിട്ട് തന്നെ പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനത്തെ ഒരു പ്ലോട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്തത് എന്നുള്ളത് തനിക്ക് ആ സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എന്തായാലും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് അവർക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ വാങ്ങി വിടാണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു ഇയാളുടെ പ്ലാൻ എന്നുള്ള രീതിയിലാണ് ഇയാൾ പോലീസിൻ്റെ അടുത്ത് മൊഴി കൊടുത്തത്. അതുപോലെ തന്നെ ഈ ഒരു ഹറോൾഡ് മരിച്ച സമയത്ത് മാഷക്ക് തീരെ വിഷമുണ്ടായിരുന്നില്ല എന്നും ആ ഒരു മരണത്തിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ കാശുണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവർ ചിന്തിച്ചിരുന്നത് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളിലൂടെ ഇയാൾ ഉന്നയിക്കുകയാണ്. യെസ്, ആ ഒരു മാഷയുടെ കണ്ണുണ്ടായിരുന്നത് ഹറോൾഡിൻ്റെ ഇൻഷുറൻസ് മണിയിലും അതേപോലെ തന്നെ ആളുടെ സ്വത്തിലും ആയിരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇയാൾ പോലീസിൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാർ അതിൻ്റെ ഇടയിലും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കൂട്ടാളി ആരാണെന്നുള്ളത്. അപ്പോഴും ഇയാൾ പറഞ്ഞിരുന്നത് കൂട്ടാളി ആരാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അയാളുടെ പേര് പോലും എൻ്റെ അടുത്ത് മര്യാദക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, ഞങ്ങൾ കാറിൽ കയറി പോകുന്നതിൻ്റെ ഇടയിൽ ആൾ എൻ്റെ അടുത്ത് ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഞാൻ ഓൾറെഡി മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ മാപ്പൊക്കെ ഓഫ് ചെയ്ത് വെച്ചോളാൻ ആൾ പറയാണ്. അങ്ങനെ അധികം സംസാരിക്കാതെ ആയിരുന്നു അവർ നേരെ അവർ വീട്ടിലോട്ട് കയറിയതും അതേപോലെ തന്നെ ഒരു മോഷണവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചു വന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പോലീസുകാരുടെ അടുത്ത് പറയുകയാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മാഷ കാരണമാണ് ഹറോൾഡ് മരിച്ചത് എന്നുള്ളൊരു കാര്യം ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പോലീസിന്റെ അടുത്ത്. പോലീസുകാർ ആദ്യം തന്നെ കരുതിയത് ഒരു കള്ളനെ അവർ പിടികൂടിയ സമയത്ത് അയാൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാർഷനെ കരിവാരി തേക്കുന്നതാണെന്നുള്ളൊരു തരത്തിലായിരുന്നു. എന്നാലും ഇയാൾ പറയുന്ന ആ ഒരു രീതിയും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക സത്യം ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ വീണ്ടും ആ ഒരു കേസിലോട്ട് നോക്കിയപ്പോഴാണ് പിന്നീട് ആള് എന്താ പറയുക സ്വാഭാവികമായിട്ട് മരിച്ചതല്ല അതൊരു കൊലപാതകമായിരുന്നു എന്ന് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് കേട്ടോ. സോ പോലീസുകാർ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും തൻ്റെ കൂട്ടാളിയുടെ പേര് സ്റ്റീവൻ പറഞ്ഞില്ല കേട്ടോ. അടുത്തതായിട്ട് അപ്പോൾ പോലീസുകാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീവൻ്റെ ഹസ്ബൻഡിനെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. ആളുടെ അടുത്ത് അന്നത്തെ ദിവസം സ്റ്റീവൻ്റെ കൂടെ പോയത് ആരാണെന്നുള്ളത് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അറിയുന്ന ഒരാൾ തന്നെയാണ് എന്നുള്ള രീതിയിലായിരുന്നു ആൾ മറുപടി പറഞ്ഞത്. സ്റ്റീവൻ്റെ ഫ്രണ്ടായിട്ടുള്ള കെയ്ൻ നേപ്പിയർ എന്ന് പറയുന്ന ഒരാളായിരുന്നു സ്റ്റീവൻ്റെ കൂടെ അന്ന് പോയത്. ഇവർ രണ്ടുപേരും പരസ്പരം അറിയുന്ന ആളുകളാണ്, ആളുടെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടെന്നുള്ള രീതിയിലായിരുന്നു ആൾ മറുപടി പറഞ്ഞത്. ഈ ഒരു മറുപടി കേട്ടപ്പോൾ പോലീസിന് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളി ആരാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ വീണ്ടും ഇയാളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കെയ്ൻ നേപ്പിയർ ആണെന്നുള്ളത് മനസ്സിലായി, കാരണം നിങ്ങളുടെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾ ഇനി അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല, എന്തായാലും അത് നടപടിയാവില്ല, ഞങ്ങൾക്ക് ആളെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ആ ഒരു സ്റ്റോറി വേറെ രീതിയിൽ പറയാണ്.
ഇത്തവണ ആൾ പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാഷല്ല തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു മോഷണം നടത്താനായിട്ട്, ആഷ്ലിയാണ് തങ്ങൾ ഈ ഒരു മോഷണം നടത്താനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഒരു തരത്തിലായിരുന്നു. അപ്പോൾ ആഷ്ലിക്ക് ആ വീട്ടിലുള്ള പൈസയിലും മറ്റും അവകാശം ഉണ്ടെന്നും അമ്മയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് തരുന്നില്ല എന്നും അങ്ങനെ അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടും ആയിരുന്നു ഇവരെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു ആളുടെ അടുത്തതായിട്ട് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു ആഷ്ലിയാണ് ആളുടെ അടുത്ത് പറഞ്ഞത് ആളുടെ സ്റ്റെപ്പ് ഫാദറിനെ കൊലപ്പെടുത്തിയത് മാഷയാണെന്നുള്ള കാര്യം. മാഷ ഒരു സൈക്കോപാത്താണ്. അപ്പോൾ എങ്ങനെയെങ്കിലും തൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു തോട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. കാരണം ആളൊരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളൊരു ചിന്തയൊക്കെയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പുറമേ നിന്നൊക്കെ നോക്കുന്ന സമയത്തും അതേപോലെ തന്നെ ആളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ആളുടെ അടുത്ത് അത്രയും വർഷങ്ങൾ പരിചയമുള്ളവരൊക്കെ പറയുന്നത് വളരെ ലവിങ് ആയിട്ടുള്ള വളരെ കെയറിങ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളതായിരുന്നു. ഒരുപാട് സമയങ്ങളിൽ ഇവരെയും കൊണ്ട് ഇങ്ങനെ പുറത്തു പോവുക, വെക്കേഷൻസിന് പോവുക, അവിടെ ഇവിടെ പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആൾ ചെയ്തിരുന്നതായിട്ട് കണ്ട ആളുകളാണ് അവരുടെ ചുറ്റും ഉണ്ടായിരുന്നത്. പോലീസിന് എന്നാലും ആൾ പറയുന്നൊന്നും ഇങ്ങോട്ട് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. എന്തിനാ അവരുടെ സ്വന്തം ഹസ്ബൻഡിനെ കൊല്ലണം, ഒരു കാരണവും ഇല്ലാതെ എന്നുള്ളതായിരുന്നു പോലീസുകാർ ആ സമയത്ത് ചിന്തിച്ചത്. അപ്പോൾ ഒരു സ്റ്റീവൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു സൈക്കോപാത്താണ്, നിങ്ങൾ അവരുടെ ഫോൺ ഡീറ്റെയിൽസും അതേപോലെ തന്നെ അവരുടെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുക, അപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അന്നത്തെ ദിവസം രാത്രി എന്താ പറയുക, ബിയറിൻ്റെ ഉള്ളിൽ എന്തോ ചേർത്ത് കൊടുത്തിട്ടാണ് ആളെ കൊലപ്പെടുത്തിയത്, അതുവരെ എനിക്ക് കൃത്യമായിട്ട് അറിയാം, ആഷ്ലി എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇയാൾ റിപ്പീറ്റഡ് ആയിട്ട് പോലീസിൻ്റെ അടുത്ത് പറയായിരുന്നു. എന്തൊക്കെയാണെങ്കിലും പോലീസിന് ഈ ഒരു സ്റ്റീവനും കെയ്നും തന്നെയാണ് ഈ മോഷണത്തിന്റെ പിന്നിൽ എന്നുള്ളത് മനസ്സിലായി. എന്നാലും അവരുടെ പിന്നിലുള്ളത് ആരാണെന്നുള്ളതായിരുന്നു പോലീസിന്റെ അടുത്ത സംശയം. ഇനിയിപ്പോൾ മാഷ തന്നെ ഇവരെ മോഷ്ടിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് ഇവരെ കുടുക്കിയതാണോ, അല്ലാന്നുണ്ടെങ്കിൽ ആഷ്ലിയാണോ ഇവരെ മോഷ്ടിക്കാനായിട്ട് ഏൽപ്പിച്ചത്? അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അത് കൂടുതലായിട്ട് ഡിഗ് ചെയ്യാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ എന്തായാലും 20-ാം തീയതി തന്നെ ഇവർ അറസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം ഈ ഒരു കേസിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ മാഷയെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു മോഷണത്തിനെ കുറിച്ച് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവർ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അതിനിടയിൽ പോലീസുകാർ അവരുടെ ഫോൺ ചോദിച്ചു, അത് ചെക്ക് ചെയ്യാനുള്ള കൺസെൻറ്റും ചോദിച്ചു. അതേപോലെ തന്നെ ഒരു ഹറോൾഡിൻ്റെ മരണത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടോ, സൂചിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവരുടെ ഫോണൊക്കെ കൊടുത്തു. അതേപോലെ തന്നെ ഹറോൾഡിൻ്റെ മരണത്തിൽ അവർക്ക് അത്രയും വിഷമുള്ളതായിട്ട് അവർ പോലീസിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം തന്നെ പറയാണ്. അങ്ങനെ പോലീസുകാർ ആ ഒരു ഫോണിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ഡാറ്റയും കാര്യങ്ങളൊക്കെ റിട്രീവ് ചെയ്യാണ്. അതേപോലെ തന്നെ അവർ ഡിലീറ്റ് ചെയ്തെടുത്തുണ്ടായിരുന്നതും മറ്റുമായിട്ടുള്ള മെസ്സേജുകൾ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ റിക്കവർ ചെയ്തെടുക്കുകയും ചെയ്തു. എന്നിട്ട് അതൊക്കെ നോക്കിയപ്പോഴാണ് പോലീസിന് ഈ ഒരു സ്റ്റീവൻ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ ഒരു ഡിജിറ്റൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഒരു സെർച്ച് വാറണ്ട് ഒപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനിങ്ങിന് ശേഷം മാർഷനെ അവർ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഈ ഒരു സെർച്ച് വാറൻറ്റും കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം പിന്നെ വീണ്ടും മാർഷയുടെ വീട്ടിലോട്ട് പോലീസുകാരെത്തുകയാണ്. അതിനുശേഷം അവരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് സെർച്ച് വാറൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു കേസിൻ്റെ ഇതിൽ വേണ്ടിയിട്ട് അന്വേഷിക്കാനാണ്, ഹറോൾഡിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്വേഷിക്കാനാണ്, നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ, നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്തോളാനായിട്ട് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ വീടിൻ്റെ അകത്ത് കയറിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവർ റിക്കവർ ചെയ്യാണ്. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും തെളിവുകളോ മറ്റോ ഉണ്ടോ എന്നുള്ളതും അവർ സെർച്ച് ചെയ്യാണ്. അങ്ങനെ സെർച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോലീസുകാർ പോയി. പിറ്റേ ദിവസം മാഷയെ വീണ്ടും പോലീസ് സ്റ്റേഷനിലോട്ട് ഇവർ വിളിപ്പിക്കുകയാണ്. അങ്ങനെ മാഷ എത്തി. ആദ്യം തന്നെ അവരുടെ അടുത്ത് ഒരു മോഷണത്തിൻ്റെ മറ്റും കാര്യങ്ങളായിരുന്നു പോലീസുകാർ ചോദിച്ചത്. അപ്പോൾ ഈ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ സേഫിൽ എന്തോരം പൈസ ഉണ്ടായിരുന്നു ചോദിച്ചു. ഏകദേശം ഒരു $4000 ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കാശും കാര്യങ്ങളുണ്ടായിരുന്നു, ഞാൻ എൻ്റെ അക്കൗണ്ടിലോട്ട് മാറ്റി എന്നൊക്കെ ഉള്ളത് അവർ പറഞ്ഞു. പിന്നെ ആ ഒരു സേഫിൻ്റെ കോമ്പിനേഷൻ ലോക്ക് ആർക്കൊക്കെ അറിയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മോൾക്കും മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരു രീതിയിലായിരുന്നു അവർ മറുപടി പറഞ്ഞത്. അപ്പോൾ പോലീസിന് ഏകദേശം ഒരു കാര്യം മനസ്സിലായി. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു ആഷ്ലി പറഞ്ഞിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ മാഷ് പറഞ്ഞിട്ടാണ് ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് അവർ രണ്ടുപേരും. കാരണം ആൾ ആ ഒരു സേഫിൻ്റെ അവിടെ വന്നിട്ട് ഫോണിൽ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം ഫോണിൽ നോക്കിയിട്ട് നമ്പർ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ആ ഒരു കോമ്പിനേഷൻ ലോക്ക് തിരിച്ചിട്ടാണ് ആ ഒരു സേഫ് തുറന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ മോഷ്ടിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഓൾറെഡി ആൾക്ക് ആ ഒരു ലോക്കിൻ്റെ നമ്പർ അറിയണമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പോയിട്ട് അത് തുറക്കാൻ പറ്റില്ലല്ലോ. സോ ഇവരിൽ രണ്ടിലൊരാൾ ആ നമ്പർ കറക്റ്റ് ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു CCTV വിഷ്വലിൽ അത് പക്കയായിട്ട് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ഈ ഒരു മാഷയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും അതേപോലെ തന്നെ ഹസ്ബൻഡിനും മാത്രമേ ഇതിൻ്റെ പാസ്കോഡ് അറിയുള്ളൂ എന്നുള്ളത്. നിങ്ങളുടെ ഹസ്ബൻഡ് ഓൾറെഡി മരിച്ചുപോയി, ബാക്കിയുള്ളത് നിങ്ങളുടെ മകളാണ്. സോ നിങ്ങളുടെ മകൾ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ. മകളായിരിക്കും ഇവരെ കൊണ്ട് ഈ മോഷണവും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. പിന്നെ പോരാത്തതിന് ആ പിടിച്ചതിൽ രണ്ടാൾക്കാരും നിങ്ങളുടെ മകളുടെ സുഹൃത്തുക്കൾ കൂടിയാണല്ലോ. സോ അവരും നിങ്ങളുടെ മകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും. അതിൽ വലിയ സംശയവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഉള്ള വേറെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹറോൾഡിൻ്റെ മരണവുമായിട്ട് നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മകളുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയും റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ
ഹറോൾഡ് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. എന്താ പറയുക, വേറൊരു രീതിയിലും തന്നെ മകളുടെ അടുത്ത് ആൾ പെരുമാറിയിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ വളരെ ലവിങ് ആയിട്ടുള്ള, വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അവരുടെ ലൈഫിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മളെ വീട്ടിൽ വന്ന് നിന്നോ, നീ നിൻ്റെ കുട്ടികളും വീട്ടിൽ വന്ന് നിന്നോ, എനിക്കാണെന്നുണ്ടെങ്കിൽ കുട്ടികളും പേരക്കുട്ടികളൊന്നും ഇല്ലാത്തതാണ്, അപ്പോൾ നിങ്ങൾ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എന്താ പറയുക, ഈ ഒരു ഹറോൾഡ് ആഷ്ലിനെയും അവരുടെ കുട്ടികളൊക്കെ വീട്ടിലോട്ടോ കൂട്ടിക്കൊണ്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു മാഷ പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ആഷ്ലി പൈസക്കും മറ്റും വേണ്ടിയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെ എങ്ങാനും അപായപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലും പോലീസുകാർ ചോദിക്കുകയാണ്. അതായത് വല്ല ഇൻഷുറൻസ് തുകയോ അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മാഷ പറഞ്ഞു ഇൻഷുറൻസ് തുക അത്ര വലിയ എമൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ആകെപ്പാട് ഒരു $50,000-$60,000 ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ അത്ര വലിയ സ്വത്തുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ ചെയ്യാനായിട്ടുള്ള യാതൊരു കാരണവും ഇല്ല. അപ്പോൾ പോലീസുകാർ പറഞ്ഞു നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരുത്തും, അപ്പോൾ അതൊന്നും വിഷയമുള്ള കാര്യമില്ല, എന്നാലും ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആഷ്ലിയുടെ പുതിയ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് അറിയോ, അവരൊരുമിച്ച് താമസിക്കുന്നതിനെ കുറിച്ച് അറിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു മാഷ പറഞ്ഞു എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അവൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലായിരുന്നു ഇവർ പ്രതികരിച്ചിട്ടുണ്ടായത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പോലീസുകാരെടുത്തിട്ടത് വേറൊരു കാര്യമായിരുന്നു. ടൈസൺ ജോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഹസ്ബൻഡ് 2019 മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതായത് ആഷ്ലിയുടെ ഹസ്ബൻഡ്. ആൾ വളരെ യങ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. എന്താ പറയുക, പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് നാളുകൾക്ക് മുൻപ് ഹാർട്ടിന് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചു പോവാണ്. അപ്പോൾ പോലീസുകാർ ഇതേപോലെ തന്നെ ഈ ഒരു ടൈസൻ്റെ റിലേറ്റീവ്സിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ആഷ്ലി വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് അവർ ടൈസൺ മരിച്ച കാര്യം അറിയുന്നത്. എന്നാൽ അതൊക്കെ അറിഞ്ഞ് അവരെത്തിയപ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ തന്നെ ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ബോഡി ക്രിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർക്കൊന്ന് ഓട്ടോപ്സി റിക്വസ്റ്റ് ചെയ്യാൻ പോലുള്ള ഗ്യാപ്പ് ആഷ്ലി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇതൊരു ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ള രീതിയിൽ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു സംശയമില്ലേ എന്നുള്ള രീതിയിൽ പോലീസുകാർ ഇവരുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇവരതിന് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു മറുപടി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തതായിട്ട് മാഷിൻ്റെ അടുത്ത് പോലീസുകാർ ചോദിച്ചത് ഇയാൾ മരിക്കുന്നതിൻ്റെയും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാഷ് പറഞ്ഞു ആൾക്ക് ഓൾറെഡി കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ആൾ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ മരണത്തിൻ്റെ കുറച്ച് മുന്നുള്ള ദിവസങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആൾക്ക് സംസാരിക്കാനൊക്കെ നാക്കൊക്കെ കുഴയുന്നുണ്ടായിരുന്നു, വയ്യായികൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം ആൾ മരിച്ചത് എന്നുള്ള കാര്യത്തിലായിരുന്നു ഇവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അടുത്തതായിട്ട് പോലീസുകാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഈ ഒരു മാഷയുടെയും ആഷ്ലിയുടെയും ചാറ്റും കാര്യങ്ങളും ഓപ്പൺ ചെയ്യാണ്. എന്നിട്ടായിരുന്നു അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങൾ ചോദിച്ചത്. ആദ്യം തന്നെ പോലീസുകാർ ചോദിച്ചത് ആഷ്ലി നിങ്ങളുടെ അടുത്ത് എപ്പോഴും പൈസ ചോദിക്കാറുണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു മെസ്സേജ് തന്നെയായിരുന്നു ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ ആഷ്ലി പൈസ ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ എത്രയാണ് വേണ്ടതെന്നുള്ളത് ഈ ഒരു മാഷ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാഷ പറഞ്ഞു അവൾക്ക് സിഗരറ്റ് വാങ്ങിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ചോദിക്കാറുണ്ട്, എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം എന്നുള്ളത് അവർ പറയുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് പോലീസുകാർ ചോദിച്ചത് ഒരു UPS ട്രാക്കിംഗ് ID കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു. അതായത് ആഷ്ലി ഒരു കൊറിയർ ട്രാക്ക് ചെയ്യുന്ന ID ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്തിലീൻ ഗ്ലൈക്കോൾ ആയിരുന്നു അതിൽ വന്ന പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഫ്രീസിങ് ഏജൻ്റ് ആയിട്ട് ഓട്ടോമൊബൈൽസിൽ മറ്റൊക്കെ യൂസ് ചെയ്യാണ്. പിന്നെയും കുറേ പർപ്പസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വീറ്റാണ് അതിൻ്റെ ടേസ്റ്റ്, പക്ഷെ അത് നമ്മളെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ തട്ടിപ്പോകാനായിട്ട് വേറൊന്നും വേണ്ട, ഭയങ്കര സീനായിട്ടുള്ളൊരു സാധനമാണ്. അതിനെക്കുറിച്ച് മാഷയുടെ അടുത്ത് ചോദിച്ചപ്പോൾ മാഷ പറഞ്ഞത് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളത്. പക്ഷേ അവരുടെ ഡിജിറ്റൽ ഫുട് പ്രിൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തെളിവുകൾ എല്ലാവർക്കും എതിരായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 19-ാം തീയതി ആയിരുന്നല്ലോ, സെപ്റ്റംബർ 19-നായിരുന്നല്ലോ ഇവരുടെ വീട്ടിലോട്ട് കള്ളന്മാരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. 20-ാം തീയതി ആ ഒരു കള്ളന്മാരൊക്കെ കയറിയതിൻ്റെ റിപ്പോർട്ടൊക്കെ ചെയ്തതിന് ശേഷമാണ് ആഷ്ലിയുമായിട്ടുള്ള കംപ്ലീറ്റ് ടെക്സ്റ്റ് മെസ്സേജും ചാറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷമാണല്ലോ ഇവരെ പോലീസുകാരെ വിളിപ്പിക്കുന്നത്. പോലീസുകാരുടെ അടുത്ത് ഇവർ ഫോൺ കൊടുത്തപ്പോൾ പോലീസുകാർക്ക് അതൊന്നും കാണാൻ പറ്റില്ല എന്നായിരുന്നു ഇവർ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ മെസ്സേജുകളെല്ലാം തന്നെ പോലീസുകാർ റിക്കവർ ചെയ്തെടുക്കുകയായിരുന്നു. അങ്ങനെ അടുത്തതായിട്ട് പോലീസുകാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹെറോൾഡിൻ്റെ ഓട്ടോപ്സി ചെയ്ത ഹോസ്പിറ്റലിനെ കോൺടാക്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 വർഷം വരെ അവരുടെ ടിഷ്യൂസും കാര്യങ്ങളും ബ്ലഡിൻ്റെ സാമ്പിളൊക്കെ ഹോസ്പിറ്റൽസിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ആ 1 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഫിലാഡൽഫിയയിലുള്ള ലാബിലോട്ട് അയച്ചിങ്ങായിട്ട് ടെസ്റ്റ് ചെയ്യാണ്. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ പോലീസുകാരെ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കി. യെസ്, ഈ ഒരു എത്തിലീൻ ഗ്ലൈക്കോൾ ഉള്ളിൽ ചെന്നിട്ട് തന്നെയായിരുന്നു ആൾ മരിച്ചത്.
ആളുടെ എന്താ പറയുക ടിഷ്യൂസിലും ബ്ലഡിലൊക്കെ അതിൻ്റെ ട്രേസസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. സോ അവർ ഓർഡർ ചെയ്ത ഈ ഒരു സാധനം ആൾക്ക് കലക്കി കൊടുത്തിട്ട് ആളെ കൊന്നതാണ് എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാർ എത്തുകയാണ്. പിന്നെ ഇവരുടെ ചാറ്റും കാര്യങ്ങളും എല്ലാം തന്നെ വായിച്ചപ്പോൾ പോലീസിന് ഒരു കാര്യം മനസ്സിലായി. ഇത് മാഷ് ഒറ്റക്കോ അല്ലാന്നുണ്ടെങ്കിൽ ആഷ്ലി ഒറ്റക്കോ ചെയ്ത കാര്യമല്ല, രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഓർഡർ ചെയ്തതും അതേപോലെ തന്നെ ഇയാൾക്ക് ഇത് കൊടുത്തു കയറ്റി ഇയാളെ കൊലപ്പെടുത്തിയതും. അതായത് 17-ാം തീയതി ഈ ഒരു പോയിസൺ വരുന്നതിനെ കുറിച്ച് കയറ്റി അവർ ഡിസ്കസ് ചെയ്തു. 19-ാം തീയതി ഒരു പോയിസൺ വന്നു. 20-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ ഹറോൾഡ് മരിക്കുകയും ചെയ്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എന്നാൽ ഇത് ഹറോൾഡിനെ ഇവർ കൊല്ലാൻ ചെയ്ത ആദ്യത്തെ ഒരു പ്ലാൻ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പോലീസുകാർ ഇവരുടെ എന്താ പറയുക മുന്നത്തെ ചാറ്റുകളും കാര്യങ്ങളും എല്ലാം റിക്കവർ ചെയ്ത് വായിച്ചപ്പോൾ കുറേ കാലം ഇവർ ഹറോൾഡിനെ കൊല്ലാനായിട്ട് നടക്കുന്നത് എന്നുള്ളത് പോലീസിന് മനസ്സിലാവാണ്. അതായത് കുറേ നാളുകൾക്ക് മുൻപ് ഫോക്സ് ഗ്ലൗ സീഡ്സിനെ കുറിച്ച് ഇങ്ങോട്ട് ഇവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോക്സ് ഗ്ലൗ സീഡ്സിനെ കുറിച്ച് ഇങ്ങോട്ട് അറിയുമോ എന്നുള്ളത് ഈ മാഷയുടെ അടുത്ത് പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു പേരൊക്കെ കേട്ടപ്പോൾ മാഷ ഇന്നെ ഒന്ന് ഞെട്ടി. കാരണം ഇത്രത്തോളം മെസ്സേജൊക്കെ പോലീസുകാർ റിക്കവർ ചെയ്തെടുക്കും എന്നുള്ളത് അവർ കരുതിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ തന്നെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമാണ്, പ്രശ്നമാണ്. അതായത് വയറിളക്കവും കാര്യങ്ങളും ഛർദിയൊക്കെ വരും. അത് ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിലും മരണം വരെ സംഭവിക്കാം. ഈ ഒരു ഫോക്സ് ഗ്ലൗ സീഡ്സിനെ കുറിച്ച് ഇങ്ങനെ ആഷ്ലി മാഷയും ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആഷ്ലി മാഷയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രേസ് ചെയ്യാൻ പറ്റും, നോക്കിയിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നവംബർ 27-ാം തീയതി പറഞ്ഞ പോലെ തന്നെ ഇവർ ഈ ഒരു ഫോക്സ് ഗ്ലൗ സീഡ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 30-ാം തീയതി ഇയാൾ ഈ പറഞ്ഞ സെയിം സിംറ്റംസുമായിട്ട് ഹോസ്പിറ്റലും ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ദിവസം കിടന്നിട്ട് ആൾ രക്ഷപ്പെട്ട് പോരായിരുന്നു. അപ്പോൾ ജസ്റ്റ് ആ ഒരു വിഷം കൊണ്ട് നിർത്തിയില്ല. വാട്ടർ ഹെംലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഇതേപോലെ തന്നെ വിഷമുള്ളൊരു ചെടി ഇവർ വാങ്ങുകയാണ്. എന്നിട്ട് ആളുടെ സോഡയിലും അതേപോലെ തന്നെ ആൾ കുടിക്കുന്ന ഡ്രിങ്കിലും ഒക്കെ ഡിസംബർ 9-ാം തീയതി 10-ാം തീയതി 12-ാം തീയതി ഒക്കെ അതൊക്കെ കലക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾ വീണ്ടും ഇതേപോലെ ഹോസ്പിറ്റലിലാവുകയാണ്. പിന്നെ പോങ് സീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ സീഡ്സും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് കലക്കി കൊടുത്തിട്ടുണ്ട്. അതായത് പൊടിച്ച് ബ്രൗണിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആള് വിചാരിച്ചിരുന്നത് തൻ്റെ ഭാര്യയ്ക്ക് സ്നേഹമുള്ളത് കാരണമാണ് ബ്രൗണി ഉണ്ടാക്കി തരുന്നു, സോഡ ഉണ്ടാക്കി തരുന്നു, എന്താ പറയുക ഡ്രിങ്ക്സ് ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു, ഇതൊക്കെ ആൾ വാങ്ങി കുടിക്കേണ്ടായിരുന്നു. ആൾക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ആൾക്കാരുടെ വൈഫിന് അത്രത്തോളം സ്നേഹമായിരുന്നു. എന്നാൽ ഇതൊക്കെ വിഷം കലക്കിയ സാധനങ്ങളായിരുന്നു. ഇതൊന്നും അറിയാതെ ഇയാൾ ഇതെല്ലാം തന്നെ കുടിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം വിഷങ്ങൾ ഇവർ ട്രൈ ചെയ്തു. എന്നാൽ ആളുടെ ശരീരത്തിൽ എന്താ പറയുക ആ വിഷങ്ങളൊന്നും എഫക്റ്റ് ചെയ്തില്ല എന്ന് വേണം പറയാൻ. അതായത് എഫക്റ്റ് ചെയ്തു, ആൾ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി. എന്നാലും ഡോക്ടേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഇത് വിഷം കാരനാണെന്നുണ്ടെന്നുള്ളത് ട്രേസ് ചെയ്യാനും പറ്റിയില്ല. ഇയാൾക്ക് ഓൾറെഡി ഹാർട്ട് കണ്ടീഷൻ ഉണ്ട്, ഷുഗർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ നൈസായിട്ട് പോവുമായിരുന്നു. എന്നാലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസും കാര്യങ്ങളൊന്നുമല്ല, വേറെ സിംറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെ വേറൊരു രീതിയിൽ അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചത്. എന്നാലും ഈ ഒരു വിഷമൊക്കെ എഫക്റ്റ് ചെയ്തിട്ട് ആൾ പെട്ടെന്ന് തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു എത്തിലീൻ ഗ്ലൈക്കോളിലോട്ട് ഇവർ എത്തുന്നത്. ഇത് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും മരിക്കും എന്നുള്ളത് ഇവർക്ക് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഈ പാവപ്പെട്ട ഹറോൾഡിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആൾ ഭയങ്കര ഫാമിലി മാൻ ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ജീവനായിരുന്നു. ആളീ പറഞ്ഞ പോലെ സ്പെയർ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യും, അവരായിട്ട് ട്രിപ്പ് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ആയിരുന്നു ആൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ ഒരു മാഷും അതേപോലെ തന്നെ ഒരു ഹറോൾഡും ഒരുമിച്ച് പഠിച്ചാണ് കേട്ടോ. അതിനുശേഷം 30 വർഷം കഴിഞ്ഞിട്ടുള്ള റിയൂണിയനിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും രണ്ടാമത് കാണുന്നത്. അങ്ങനെയാണ് പിന്നീട് ഇവർ രണ്ടാമത് പ്രണയത്തിലാവുന്നതും അതേപോലെ തന്നെ കല്യാണം കഴിക്കുന്നത്. ഏകദേശം ഒരു 3 വർഷം ഇവരുടെ റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവർ എന്താ പറയുക ആ ഒരു റിയൂണിയന് ശേഷം പരിചയപ്പെട്ടതിന് ശേഷം റിയൂണിയനിൽ രണ്ടാമത് കണ്ടതിന് ശേഷം അവർ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 3 വർഷം ആകുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു 3 വർഷത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പോലീസുകാർ പോയിന്റ് ഔട്ട് ചെയ്ത മാഷയുടെയും ആഷ്ലിയുടെയും വേറൊരു ചാറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ മേൽ ബാധ കൂടിയിട്ടുണ്ടെന്നുള്ളതായിരുന്നു. യെസ്, ഒരു ഡീമൺ ഇയാളെ പൊസസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇയാൾ കാണിക്കുന്നത്. അങ്ങനെയുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ പറയുക മാഷ പറയുന്നതിനൊക്കെ ആഷ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിലും ഇയാളെ കുറിച്ച് ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രേതം ഇയാളുടെ മേത്ത് കൂടിയിട്ടുണ്ടല്ലോ, എന്നുണ്ടെങ്കിൽ ഇയാളെ ഒരു ചെകുത്താൻ ഇയാളുടെ മേത്ത് കൂടിയിട്ടുണ്ടെന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ മാഷയ്ക്ക് ഏകദേശം താൻ പെട്ടു എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ആ സമയത്ത് ഇവർ അറസ്റ്റൊന്നും രേഖപ്പെടുത്തിയില്ല, പൊക്കോളാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിലോട്ട് പോയി. അതിനുശേഷം താൻ എന്തായാലും പിടിക്കപ്പെടും എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. തെളിവുകളെല്ലാം തന്നെ പോലീസിൻ്റെ കയ്യിലുണ്ട്, ജയിലിലോട്ട് പോകേണ്ടി വരും എന്നുള്ളത് അവർക്ക് മനസ്സിലായപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ അവർ ആത്മഹത്യ ചെയ്യായിരുന്നു. ഈ ഒരു വിവരം പോലീസുകാർ അറിഞ്ഞു. ഈ ഒരു വിവരം അവർ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ന്യൂ മെക്സിക്കോയിൽ താമസിച്ചിരുന്ന ഇവരുടെ മകളുണ്ടല്ലോ, മകളെ വിളിപ്പിക്കുകയാണ്. അങ്ങനെ മകൾ അങ്ങോട്ടെത്തി. അങ്ങനെ അടുത്തതായിട്ട് ആഷ്ലിയെയും ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്.
അപ്പോൾ പോലീസുകാർക്ക് ആദ്യം തന്നെ അമ്മ മരിച്ച കാര്യം പറയണമെന്നുണ്ടായിരുന്നു. എന്നാലും അവർ ആദ്യം പറഞ്ഞില്ല. എന്തായാലും ഇവരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് പോലീസുകാരെത്തുകയാണ്. അങ്ങനെ ആഷ്ലിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു ഹറോൾഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ ആഷ്ലിക്ക് അമ്മയായിട്ടുള്ള മാഷയായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അമ്മനായിട്ട് ഇടക്കിടക്ക് സംസാരിക്കാറുണ്ട്. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഹറോൾഡ് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെയും വീട്ടിലോട്ടൊക്കെ ആൾ ഇൻവൈറ്റ് ചെയ്താണ് അവിടെ ഒന്ന് താമസിച്ചോളാനൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത്. പെട്ടെന്നാണ് ആൾ മരിച്ചു പോയത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോലീസുകാർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചെകുത്താൻ ഇയാളുടെ മേത്ത് കൂടിയതിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ അതൊരു മെറ്റഫോർ എന്നുള്ളൊരു നിലക്കാണ് താൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത്. അമ്മ അതിൻ്റെ ഉള്ളിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് തനിക്കറിയില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ മറുപടി പറഞ്ഞത്. എന്നാലും ആഷ്ലിയുടെ ചാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പോലീസുകാർ ആഷ്ലിക്ക് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ആമസോണിൽ നിന്ന് പ്രേതവും മറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം ക്യാൻഡിലിൻ്റെ ലിങ്കൊക്കെ eBay എന്നൊക്കെയുള്ള ലിങ്കുകളൊക്കെ ഇവർ തൻ്റെ അമ്മക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അത് വീട്ടിൽ കത്തിച്ച് വെച്ചാൽ മതി, അപ്പോൾ ഹറോൾഡിൻ്റെ മേത്തുള്ള പ്രേതം പൊക്കോളും, അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപദ്രവിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അത് ഒരു മെറ്റഫോർ ആയിരുന്നു എന്നുള്ള രീതിയിൽ അവരവിടെ നിന്ന് ഇങ്ങനെ പോലീസിൻ്റെ അടുത്ത് കഥ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാർ ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഇവർക്ക് തിരിച്ച് മറുപടി ഒന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് പോലീസുകാരെ ലിങ്ക്ലൈക്കോളിൻ്റെയും അതേപോലെ തന്നെ വിഷച്ചെടികളുടെ കാര്യമൊക്കെ ആഷ്ലിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും അറിയില്ല എന്നായിരുന്നു അവർ ആദ്യം തന്നെ മറുപടി പറഞ്ഞത്. പക്ഷേ കറക്റ്റ് കംപ്ലീറ്റ് ചാറ്റും കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ കയ്യിലുണ്ടായിരുന്നത് കാരണം അധികം ഒന്നും മറച്ചു വെക്കാനും ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ മൊത്തം ഒരു ഫൈനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെയുള്ളൊരു കാര്യം പ്ലോട്ട് ചെയ്തത് എന്നുള്ളൊരു നിഗമനത്തിലോട്ടായിരുന്നു പോലീസുകാർ എത്തിയത്. കാരണം ആൾക്ക് ഒരു വർഷത്തെ പേ കിട്ടുമായിരുന്നു ആൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഏകദേശം ഒരു $60,000 മേലെ ഡോളർ വരും. പിന്നെ ആളുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഏകദേശം $60,000 വരും. പക്ഷേ അതിൻ്റെ നോമിനി ആളുടെ ബ്രദറായിരുന്നു. അപ്പോൾ ആ പൈസ അങ്ങോട്ട് പോയി. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ വീടും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു $3 ലക്ഷം അടുത്തോളം വരും. അതേപോലെ തന്നെ ഇയാളുടെ വണ്ടി, ബൈക്ക്, പിന്നെ ഗിറ്റാറുകൾ, പിന്നെ കുറേ ഗണ്ണുണ്ടായിരുന്നു ഇയാളുടെ കയ്യിൽ. ഇതൊക്കെ അത്യാവശ്യം ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വിറ്റിങ്ങേറ്റ് പുട്ടടിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഈ ആഷ്ലിയും അതേപോലെ തന്നെ മാഷും ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരും തമ്മിൽ തെറ്റിയോ എന്താണ് സംഭവം എന്നറിയില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും രണ്ട് കള്ളന്മാരെ ആഷ്ലി തന്നെയാണ് അയച്ചത് എന്നുള്ളൊരു നിഗമനത്തിലോട്ടാണ് പോലീസുകാർ എത്തിയത്. അപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് ഫണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം തൻ്റെ ഫ്രണ്ട്സിനെ അവർ പറഞ്ഞയച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ പേരിൽ ചിലപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ പോലീസുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരെ ഇൻട്രോഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു ഓഫീസർ വരികയാണ്. അപ്പോൾ ഇവർ ഓൾറെഡി കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അമ്മ മരിച്ച കാര്യം പറയാമെന്നുള്ളത്. അങ്ങനെ ആ ഒരു ഓഫീസർ വന്നിട്ട് ആഷ്ലിയുടെ അടുത്ത് പറയാണ്, മാഷ ഇന്നലെ ഇവിടെ നിന്ന് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ അവരാകെപ്പാടെ ഷോക്കായി പോയി. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ ജസ്റ്റിസിൻ്റെ മുന്നിൽ നിന്ന് ആത്മഹത്യയിലൂടെയായിരുന്നു രക്ഷപ്പെട്ടത്. ഇവരെയാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ട്രയലും കാര്യങ്ങളൊക്കെ കാത്തു കിടക്കുന്നതിൻ്റെ ഇടയിലും പോലീസുകാരെ അവർ സർപ്രൈസ് ചെയ്തു കേട്ടോ. യെസ്, ഏപ്രിൽ 2024 അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇൻമേറ്റ് പോലീസിൻ്റെ അടുത്ത് പറയാണ് അവർ ഓൾറെഡി ഒരു ഹിറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ജയിലിൻ്റെ അകത്ത് നിന്നുകൊണ്ടും പുറത്ത് കുറച്ച് ആൾക്കാരെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്ന്. അതാരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ അവർ പെടാനായിട്ട് കാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം ഇവരുടെ കൂടെ ഇവരുടെ ഗേൾ ഫ്രണ്ടിൻ്റെ പേരും ആഷ്ലി തന്നെയായിരുന്നു. ആ ആഷ്ലി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ കാമുകി ഉണ്ടായിരുന്നു ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ. അതേപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ 2 ഫ്രണ്ട്സ് ഉണ്ടല്ലോ മോഷ്ടിക്കാനായിട്ട് വന്ന്, അവർ പറഞ്ഞിട്ടാണല്ലോ പോലീസുകാർ ഈ ഒരു കേസിനെ കുറിച്ച് അറിയുന്നതും പിന്നെ ഈ ഒരു കേസിൻ്റെ അകത്തോട്ട് നോക്കുന്നതും പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നടക്കുന്നതും. അപ്പോൾ അവരൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഹിറ്റ് ലിസ്റ്റ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് പ്ലാനൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചും ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇൻമേറ്റ് പോലീസിൻ്റെ അടുത്ത് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇത് കേട്ട് പോലീസുകാരനെ ഞെട്ടിപ്പോയി. ജയിലിൻ്റെ അകത്ത് വന്നിട്ടും ഇവരുടെ ചിന്ത ഇങ്ങനെയാണല്ലോ എന്നുള്ളത്. അതേപോലെ തന്നെ ഇവരുടെ ആദ്യത്തെ ഹസ്ബൻഡിൻ്റെ മരണത്തിനെ കുറിച്ചും പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ട്. എന്നാലും പോലീസിന് വ്യക്തമായിട്ടുള്ള തെളിവുകളോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരിലോട്ട് ലീഡ് ചെയ്യുന്ന ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അങ്ങനെ കേസും കാര്യങ്ങളൊക്കെ നടന്നു. കേസിൻ്റെ വിധി വരെയാണ് 50 വർഷത്തെ തടവ് ശിക്ഷയാണ് ആഷ്ലിക്ക് വിധിച്ചത്. പിന്നെ ഈ ഒരു മോഷണ കേസിലും അതേപോലെ തന്നെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കെയ്നെയും അതേപോലെ തന്നെ സ്റ്റീവനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. രണ്ടുപേർക്കും 1095 ദിവസത്തെ ജയിൽ ശിക്ഷയുമാണ് കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആഷ്ലി ഇപ്പോൾ ജയിലിലാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെയ്നും അതേപോലെ തന്നെ സ്റ്റീവനും അന്നത്തെ ദിവസം ആ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയത് കൊണ്ടും പിന്നീട് ഇവർ പിടിക്കപ്പെട്ടത് കൊണ്ടും മാത്രമാണ് ഈ ഒരു കേസ് തെളിയിക്കപ്പെട്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഹാർട്ട് അറ്റാക്ക് മരണം പോലെ ഒരു നാച്ചുറൽ ഡെത്ത് പോലെ ഈ ഒരു കേസും അങ്ങനെ അങ്ങോട്ട് ഇല്ലാതായി പോയാനെ.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.